യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴി ഒരു നിമിഷം കൂടി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയിൽ എഴുന്നള്ളി വരണമേ. എന്നിൽ വന്ന് നിറയണമേ, കൂട്ടായ്മയിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്? പ്രാർത്ഥനയുടെ മൂന്നവസ്ഥകള്. അതിനു മുമ്പ് എന്തായിരുന്നു? ശുദ്ധീകരണ, മരണാന്തര ജീവിതത്തെക്കുറിച്ചും, അതെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊക്കെയാണല്ലേ. സ്വർഗം, നരകം, അതിനിടയ്ക്ക് ശുദ്ധീകരണ സ്ഥലം. അതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഇന്ന് നമ്മള് ചിന്തിക്കുക സ്തുതിയുടെ ജീവിതം, സ്തുതിപ്പിന്റെ ജീവിതം. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. കരിസ്മാറ്റിക് പ്രാർത്ഥന തുടങ്ങിയ കാലഘട്ടത്തിൽ, കേരളത്തിൽ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ. ഡിവൈനില്, കോട്ടയുടെ അണ്ടറിലായിരിക്കുന്ന ഡിവൈൻ ഹെറിറ്റേജ് സെന്ററിൽ സ്തുതിയുടെ ജീവിതം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. അവിടെ ക്ഷമിക്കുന്ന സ്നേഹം. നമ്മുടെ ജോർജ് പനക്കിലച്ചൻ, മാത്യു നായിക്കമ്പറമ്പിലച്ചൻ ഒക്കെ എടുക്കാറുണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ സ്തുതിപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് ആധികാരികമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. ആദ്യ കാലങ്ങളിലാണ് ഈ സ്തുതിപ്പിന്റെ ശക്തി. നമുക്കറിയാം, വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ ജീവിതം, അല്ലെ, യാചന മാത്രമല്ല നമ്മുടെ ജീവിതം, ആരാധന മാത്രമല്ല. എന്നാൽ അതിന് മറ്റൊരു വശം കൂടെയുണ്ട്. അത് ഈ സ്തുതിപ്പിന്റെ വശമാണ്. സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുന്നതിനൊപ്പം തന്നെ ദൈവത്തെ സ്തുതിക്കണം. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? പറയാമോ? ആരൊക്കെയാ ദൈവത്തെ സ്തുതിക്കുക? ആരൊക്കെ ദൈവത്തെ സ്തുതിക്കുക? ആ സ്വർഗത്തിൽ മാലാഖമാര് നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഇനി ഭൂമിയിലോ ആരൊക്കെ ദൈവത്തെ സ്തുതിക്കുക? മനുഷ്യർ മാത്രമാണോ ദൈവത്തെ സ്തുതിക്കുന്നത്? സർവ ജീവജാലങ്ങളും സൃഷ്ടവസ്തുക്കളും, സർവ സൃഷ്ടവസ്തുക്കളും, അതായത് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന സകല വസ്തുക്കളും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ നിർജീവ വസ്തുക്കൾ പോലും തന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുന്നുണ്ട്. ഈശോ പറയുന്നില്ലേ? ഈശോ പഠിപ്പിക്കുന്നുണ്ടോ? ഈശോ പറയുന്നുണ്ടോ? ഈശോ എവിടെയെങ്കിലും അത് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചന വരുന്നുണ്ടോ? ഓശാന ഞായറാഴ്ച എന്താണ് സംഭവിക്കുന്നത്? രാജകീയ പ്രവേശനം അല്ലെ. ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തില് കർത്താവ് പറയുന്നുണ്ട്, ഇവർ മൗനം ഭജിച്ചാൽ, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു.
ഇത് പാഴ്വാക്കാണോ? പറഞ്ഞതാരാ? മനുഷ്യനല്ല, മനുഷ്യനല്ല പറഞ്ഞതല്ലേ? പറഞ്ഞതാരാ? സാക്ഷാൽ ദൈവപുത്രൻ. അവൻ പറഞ്ഞില്ലേ, ഒരപ്പം എടുത്തിട്ട് അവൻ പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. ആയോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് അല്ലേ മുഴുവനും കാണുന്നത്? തന്റെ ശരീരം നമുക്ക് അപ്പമായി ഭക്ഷണമായി നൽകിക്കൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ജീവനുള്ള അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് പകരക്കാരനാണ് എന്നല്ല പറഞ്ഞ, ജീവനുള്ള അപ്പമാകുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം സ്തുതിപ്പിന്റെ വിഷയമാണ്. 148-ാം സങ്കീർത്തനം. 148. നമുക്കൊരു സങ്കീർത്തനം മുഴുവൻ സ്തുതിയാരാധനയാണ് അല്ലേ? സ്തുതിയാരാധനയാണ്. ആണോ? സങ്കീർത്തനം 148. സങ്കീർത്തനം 148-ന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ച് 1 മുതൽ തിരുവചനങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ, സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. നിർത്തിക്കേ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ടോ? തന്റെ സൃഷ്ടാവിന് വേണ്ടി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ. പിന്നെന്താ? ആകാശത്തിന്മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി. അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവർക്ക് നിശ്ചയിച്ചു. ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. ഇനി ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. ഭൂമിയിൽ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ സ്തുതിക്കണം? കടലിലെ ഭീകര ജീവികളെ, അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ. തീർന്നില്ല. പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിൽ നിന്ന് ആർക്കും ഒഴികഴിവില്ല അല്ലേ? സകല സംഭവങ്ങളും ഇതിനകത്ത് വന്നു. അതിലെ ാണ് ഈ സങ്കീർത്തന വചനത്തിന്റെ ഒരു അഭിഷേക ശക്തി എന്ന് പറയുന്നത്. സ്തുതി ആരാധനയാണ് മുഴുവനും. സങ്കീർത്തനങ്ങളില് നമ്മൾ ആവർത്തിച്ച് സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചു നോക്കിയേ. നമ്മളറിയാതെ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും, സൃഷ്ടിജാലങ്ങൾ മുഴുവനും നമ്മോടൊപ്പം സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതപ്പോ മഞ്ഞും മഴയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക വെളിയിൽ അല്ലേ? ഇപ്പൊ മഞ്ഞും മഴയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷി മൃഗാദികൾ അല്ലേ, വൃക്ഷലതാദികൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ പണ്ട് ഒരു കാക്കാമ്പിച്ചി കർത്താവിനെ സ്തുതിച്ച കാര്യം ഇട്ടില്ലേ, ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിരുന്നു. ചെറിയ വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തായിരുന്നു. ഇല്ലേ? അത് കണ്ടോ? ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്തുതിക്കാൻ പറയുമ്പോ എന്നോടൊപ്പം കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സ്തുതിപ്പിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ അഭിഷേകം സകല ജനത്തിനും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ ഇറക്കണമേ. അഭിഷേകത്തോടെ അന്ത്യകാല അഭിഷേകം ആത്മാവ് നമ്മിലേക്ക് സകല ജനത്തിനോട് കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ ഇറക്കണമേ. തീ പോലെ ഇറക്കണമേ. അഗ്നിനാവായി ആത്മാവിനായി ഒഴുകണമേ. അഭിഷേകമായി പോലെ ഇറക്കണമേ. അഗ്നിനാവായി ആത്മനദിയായി ഒഴുകണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ ശക്തീകരിക്കുവാൻ പ്രധാനമായ ആത്മാവെ അവിടുന്നാണ് ഞങ്ങളെ ശക്തീകരിക്കുക, അവിടുന്നാണ് ഞങ്ങളെ വിശുദ്ധീകരിക്കുക. അഭിഷേകത്തിന്റെ ആത്മാവേ, വചനത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഞങ്ങളിലേക്ക് ഇറങ്ങുക. അഭിഷേകമായി ഇറങ്ങുക, അഗ്നിയായി ഇറങ്ങുക, ശക്തിയായി ഇറങ്ങുക. ദൈവശക്തിയിൽ ഞങ്ങൾ ഉയർത്തേ. ദൈവശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ജീവനുള്ള റൂഹായേ ഇറങ്ങണമേ, ഇറങ്ങണമേ. ഭക്തിയുടെ താഴ്വരയിൽ ഹല്ലേലൂയ. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ആ സൈന്യപ്പോ യേശുവിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുവാൻ ആത്മാവിൽ കൂട്ടായ്മയെ ഉണർത്തണമേ. ഭക്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ആത്മാവ് അധികാരം പകരണമേ. അഭിഷേകമായി ആത്മാവിൽ ഓരോ മക്കളിലും അധികാരത്തോടെ പ്രവചിക്കുവാൻ അഗ്നിയായി അഭിഷേകമായി ഒരു കാറ്റായി സ്വർഗ്ഗത്തിന്റെ ശക്തി ഇറങ്ങി. ആത്മനദിയായി ഒഴുകണമേ. എല്ലാ മക്കളിലേക്ക് അഭിഷേകമായി, ശക്തിയായി, സൗഖ്യമായി, വലിയ വിടുതലായി ആത്മാവേ പറന്നിറങ്ങണമേ, പറന്നിറങ്ങണമേ. ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കുന്നു ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഒരു കട്ടുപോലെ ഒരു കൈമേഘം പോലെ ഈ ആത്മാവ് ഞങ്ങളിലേക്ക് കൈമേഘം അഭിഷേകത്തിന്റെ ആത്മാവ് ഈശോ ഞങ്ങളുടെ അതിരങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ സംസാരത്തെ വിശുദ്ധീകരിക്കുവാൻ അഗ്നി അഭിഷേകമായി അവിടെ നിറങ്ങണമേ. അഗ്നി അഭിഷേകമായി
യേശുവേ ഹല്ലേലൂയ 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 കർത്താവേ സാന്നിധ്യമുണ്ട് ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ നിറയ്ക്കണമേ ഹല്ലേലൂയ 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 താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി 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 ഹല്ലേലൂയ സ്തുതി സ്തുതി ഇരിക്കണം 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 സങ്കീർത്തനം 148 സങ്കീർത്തനം 148 1 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ച് 1 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്തുതിക്കുവിൻ നിർത്തികെ ആര് സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ടോ തന്റെ സൃഷ്ടാവിന് വേണ്ടി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ പിന്നെന്താ ആകാശത്തിന്മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഇനി ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ ഭൂമിയിലെ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ സ്തുതിക്കണം കടലിലെ ഭീകര ജീവികളെ അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ തീർന്നില്ല പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും സൃഷ്ടിജാലങ്ങൾ മുഴുവനും നമ്മോടൊപ്പം സ്തുതിക്കാൻ തുടങ്ങും ഹല്ലേലൂയ 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 ഇതപ്പോ മഞ്ഞും മഴയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക വെളിയില് അല്ലേ ഇപ്പൊ മഞ്ഞും മഴയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ പക്ഷി മൃഗാദികൾ അല്ലേ വൃക്ഷലതാദികൾ കർത്താവിനെ സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പണ്ട് ഒരു കാക്കാമ്പിച്ചി കർത്താവിനെ സ്തുതിച്ച കാര്യം ആയിട്ടില്ലേ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ ചെറിയ വീഡിയോ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തായിരുന്നു ഇല്ലേ അത് കണ്ടോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും
സ്തുതിക്കാൻ പറയുമ്പോ എന്നോടൊപ്പം കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സ്തുതിപ്പിന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ ആധികാരികമായിട്ട് നമ്മുടെ CCCയിൽ പറയുന്നുണ്ട്. കാറ്റിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന നമ്മുടെ സഭയുടെ ആധികാരികമായ പഠനത്തില് എന്താ പറയുന്നത് എന്ന് നോക്കാം. അതിന്റെ 2639 ഖണ്ഡിക അതിൽ പ്രകാരമാണ് പറയുക, ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്തുതിപ്പ്. എന്താ സ്തുതിപ്പ്? ഇത് ഒരു പണിയില്ലാത്തവർക്ക് പറഞ്ഞേക്കണേ കാര്യമല്ല. ഒച്ചപ്പാടും ബഹളവും അല്ലേ, കുറെ എണ്ണത്തിന് വട്ടുപിടിച്ചിട്ട് കുറെ കരിസ്മാറ്റിക് വട്ടുപിടിച്ചിട്ട് ഉള്ള പണിയല്ല. ദൈവത്തെ ദൈവമായി എന്താ പറയുക, നേരിട്ട് അംഗീകരിക്കുന്ന, ശ്രദ്ധിച്ച്, നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനയുടെ രൂപമാണ് എന്ത്? സ്തുതിപ്പ്. അത് ദൈവത്തെ അവിടുത്തെ പ്രതി മാത്രം പ്രകീർത്തിക്കുന്നു. ദൈവം എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണ് ഈ സ്തുതിപ്പ്. ഹല്ലേലൂയ. ആയിരിക്കുന്നവൻ ഞാൻ കഥ പറയുന്നില്ലേ, ഞാനാകുന്നവൻ ഞാൻ തന്നെ. മോശ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ പേര് എനിക്ക് വെളിപ്പെടുത്തണം, അവിടുത്തെ പേരെന്താണെന്ന് പറയണം അല്ലേ? പിന്നെ പറയുന്നേ ഞാൻ തന്നെ, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞേ. കണ്ടോ എന്താ പറഞ്ഞേ? അത് ദൈവത്തെ അവിടുത്തെ പ്രതി മാത്രം പ്രകീർത്തിക്കുന്നു. പിന്നെ ദൈവം എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണ് ഈ സ്തുതിപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇനി 26-26, അതായത് 2626 ഖണ്ഡിക 2626 പറയുന്ന ഒരു സംഭവം, സ്തുതിപ്പിനെ കുറിച്ച് പറയുന്നൊരു കാര്യം. അതായത് CCCയിൽ പറയുന്നൊരു കാര്യം. ഇത് ആധികാരികതയാണ്, നമ്മൾ പറയുന്നതല്ല. സഭയുടെ അധികാരത്തോടെയുള്ള പഠിപ്പിക്കലാണ് ഇതിനകത്ത്. അതിനകത്ത് പറയാം 2626 പറയും, ക്രൈസ്തവ പ്രാർത്ഥനയിലെ, നമ്മുടെ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നമ്മുടെ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രകാശിപ്പിക്കുന്നു. കണ്ടോ? അതായത് നമ്മള് എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോ, എല്ലാം മറക്കണെങ്ങനെയാ? ഇത് തന്നെയാണ് ആയിരിക്കുന്നവൻ അല്ലേ, അവൻ തന്നെ. ദൈവത്തെ കുറിച്ച് നമുക്ക് എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ദൈവം ആരാണ്? ആ ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? എപ്രകാരമാണ് ആ ദൈവത്തെ സ്തുതിക്കേണ്ടത്? 2626 പറയുകയാണ്, ഇതാ നമ്മുടെ പ്രാർത്ഥനയെ, ക്രിസ്തീയ കൂട്ടായ്മയിലെ പ്രാർത്ഥനയെ ചലിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ത്? ഈ സ്തുതിപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാണ്ട് വെറുതെ ഒരു ഒച്ചപ്പാടും ബഹളമല്ല, ചലിപ്പിക്കുകയാണ്. അത് നോക്കി, അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമമാണ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന വ്യക്തികൾ, എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികൾ
അവന്റെ ദൈവവുമായി അവൻ ഒന്നായിത്തീരുന്ന, പരസ്പരം കണ്ടുമുട്ടുന്ന, മുഖത്തോട് മുഖം കണ്ടുമുട്ടുന്ന ഒരനുഭവമാണ് ആ സ്തുതിപ്പിലൂടെ നമുക്ക് ലഭിക്കുക. എന്നിട്ട് തന്നെ പറയുന്നേ, അതിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യരും പരസ്പരം ഐക്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എന്താണ് അതിൽ? ഏതിൽ? ഈ സ്തുതിപ്പിൽ ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യരും പരസ്പരം അവിടെ ദൈവവുമായി ഒരൈക്യത്തിലേക്ക് ഈ സ്തുതിപ്പിലൂടെ നമ്മൾ ഉയരുന്നു. ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സ്തുതിപ്പിലൂടെ മാലാഖ വൃന്ദങ്ങളുടെ ഗണത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും ശരീരവും ഉയർത്തപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? മാലാഖ ഗണത്തിലേക്ക് ഈ സ്തുതിപ്പിൽ നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ പിന്നെ നമുക്ക് ജഡികതയില്ല. കാരണം എന്താ? മാലാഖമാർക്ക് ശരീരമുണ്ടോ? ഇല്ല, അവർ അരൂപിയാണ്, ശരീരമില്ല. ശരീരം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജഡിക പ്രവണത ഇല്ല. അപ്പൊ എല്ലാം വിട്ട് സ്തുതിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജഡികത അല്ലെങ്കിൽ ഈ ഭൂമിയുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടല്ലോ, എന്ത് ചെയ്യപ്പെടുന്നു? ഡിസ്കണക്ട് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവൻ ദൈവീകതയിലേക്ക് ഉയരുന്നു. ഹല്ലേലൂയ, ഡിവൈനൈസേഷൻ, ദൈവീകതയിലേക്ക് ഉയരുന്നു. മാലാഖ വൃന്ദങ്ങളുടെ ഗണത്തിലേക്ക് ഉയർന്നിട്ട് പിന്നെ അവന്റെ സ്തുതിപ്പ് സ്വർഗവാസികളോട് ചേർന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴത്തെയാണ് ദൈവവും ഞാനുമായി ഒരൈക്യം കടന്നു വരുന്നത്, രമ്യത കടന്നു വരുന്നത്, സ്നേഹം കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ എന്താണ് സ്തുതിപ്പ്? ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് ഈ സ്തുതിപ്പ്. ദൈവിക ദാനങ്ങളോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദൈവിക ദാനങ്ങളോടുള്ള മനുഷ്യന്റെ പ്രത്യുത്തരമാണ് സ്തുതിപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? It's very clear. ഒരു സംശയമില്ല, ഉണ്ടോ? ആ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് CCC എടുത്തത്. അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുമ്പോ ഒരുപക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വിചാരിക്കും, അല്ലേ? സഭയുടെ ആധികാരികമായ പഠനമാണ് അത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആദ്യം കണ്ടു എങ്ങനെ സ്തുതിക്കണം, ആരൊക്കെ സ്തുതിക്കണം? സർവ സൃഷ്ടിജാലങ്ങളും ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയെങ്കിൽ മക്കളെ, അങ്ങനെയെങ്കിൽ 148-ാം സങ്കീർത്തനം 1 മുതൽ 13 വരെ തിരുവചനങ്ങളില് പറയുന്ന കാര്യങ്ങൾ, നിർജീവ വസ്തുക്കൾ വരെ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും എത്രയധികം തീക്ഷ്ണതയോടെ, വിവേകത്തോടെ, അറിവോടെ അല്ലേ ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് സന്ധ്യാപ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്?
ഒരു ഒരു 5 മിനിറ്റ് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന, നമ്മൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്തുതിക്കുന്നു. അല്ലാത്ത എത്ര കുടുംബങ്ങൾ ഉണ്ടാവും? ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ വളരെ റെയറായി ഒരിടവകയിൽ കൂടി വന്ന ഒരു 5ഓ 8ഓ കുടുംബങ്ങൾ. കാരണം നല്ല കരിസ്മാറ്റിക് കുടുംബങ്ങളുണ്ടല്ലോ, ധ്യാനത്തിനൊക്കെ പോയി അല്ലേ, അഭിഷേകമൊക്കെ കിട്ടി. അങ്ങനെയുള്ള ചില കുടുംബങ്ങള് ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കരങ്ങളൊക്കെ ഉയർത്തി സൃഷ്ടികർത്താവിനെ, അവിടുത്തെ ദാനങ്ങളെ പ്രതി, അനുഗ്രഹങ്ങളെ പ്രതിയൊക്കെ സ്തുതിക്കും. കരങ്ങൾ ഉയർത്തി ഒരുപക്ഷെ സ്തുതിക്കും. പക്ഷെ നല്ലൊരു ശതമാനം മക്കളും അങ്ങനെ ഒരു സ്തുതിപ്പിന്റെ പ്രാർത്ഥന ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രാർത്ഥനയില്. സ്തുതിപ്പിന്റെ പ്രാർത്ഥന, സ്തുതിപ്പിന്റെ ജീവിതം. സ്തുതിപ്പിന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ സ്തുതിപ്പിന്റെ ജീവിതവും നമുക്കുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം ദൈവത്തെ സ്തുതിക്കണം എന്നതിന്റെ പ്രാധാന്യമാണ് ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തില് ഈശോ പറയുന്നത്. ലൂക്കാ 19:37 മുതൽ വായിച്ചേ. ലൂക്കാ 19:37 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. അവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്? അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവില് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എന്തിനെ പറ്റിയ? സൃഷ്ടാവായ ദൈവം ചൊരിഞ്ഞ എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവരെങ്ങനെ പറഞ്ഞ സ്തുതിച്ചേ? കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ, എല്ലാവർക്കും പ്രശ്നമില്ല, ചില ഫരിസേയർ ഇന്നും അതുണ്ട് അല്ലെ കൂട്ടായ്മയില്. ചില മക്കൾക്ക് അല്ലെ, നമ്മുടെ ചർച്ചില് അല്ലെ, നമ്മുടെ പള്ളിയിലെ ചില മക്കൾക്ക് ഇത് പിടിക്കുവോ? ചില അച്ഛന്മാർക്ക് ഇത് പിടിക്കുവോ? ചില കപ്പ്യാർമാർക്ക് ഇത് പിടിക്കുവോ? ഇത് പിടിക്കില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈശോ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇതാ എന്നാ പറഞ്ഞേ? ചില ഫരിസേയർമാർക്ക്, ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, ഇവർ മൗനം ഭജിച്ചാൽ, അതായത് ഇവർ മിണ്ടാതിരുന്നാൽ, ഇവർ ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലുകൾ ആർത്തു വിളിക്കും. നിർജീവ വസ്തുവാണ് കല്ലല്ലേ? ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഴയ നിയമത്തില് ജോഷുവയുടെ പുസ്തകം, ജോഷുവ പ്രവചനത്തില് 6-ാമത്തെ അധ്യായം, ജോഷുവ 6-ാം അധ്യായം 1 തിരുവചനങ്ങളില് നമ്മൾ കാണും ഈ സ്തുതിപ്പിന്റെ ശക്തി നമ്മളിവിടെ കാണുകയാണ്. ഇത് വെറുതെ പറയുന്നതാണോ? വെറുതെ പറയുന്ന കാര്യമല്ല. അതായത് ഒരു രീതിയിലുമുള്ള ഒരു മാൻ പവർ കൊണ്ട് തകർക്കാൻ പറ്റാത്ത വലിയ ഒരു കോട്ട. ആ കോട്ട കേവലം ഈ സ്തുതിപ്പിന്റെ ശക്തിയാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചത് ജോഷുവ 1-ന്റെ 6-ന്റെ 1 മുതൽ.
മതി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് സമയം കളയണ്ട. എന്താ അവിടെ നമ്മൾ വായിച്ചു കേട്ടത്? ഇസ്രായേൽ ജനം അല്ലേ? ഇസ്രായേൽ ജനം ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് മോശ അല്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് ജയജയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളെ സംഗ്രഹിച്ച് മുൻപുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവര് അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സംഭവിക്കുകയാണ്. ഇതാ മോശയുടെ അന്ത്യം. മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിലെത്താൻ സാധിച്ചില്ല. മോശയുടെ അന്ത്യം. അതിനുശേഷം ജോഷുവ നേതാവായിട്ട് വരികയാണ് അല്ലേ? ജോഷുവയുടെ നേതൃത്വത്തിലാണ് പിന്നെ ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നത്. അവിടെ അവരുടെ മുമ്പിൽ വലിയ ഒരു പ്രതിസന്ധി. എന്താണത്? ജെറിക്കോ പട്ടണം. അത് വലിയ എന്താ പറയാ, ആ വലിയ കോട്ടയാൽ സുരക്ഷിതമായി പണിതുയർത്തപ്പെട്ട നഗരമാണ് എന്ത്? ജെറിക്കോ പട്ടണം. അപ്പൊ അവിടെ കർത്താവ് പറഞ്ഞു, മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. കർത്താവ് പറഞ്ഞു, ദിവസവും ആ കോട്ടയ്ക്ക് ചുറ്റും നടക്കണം, ഒരു റൗണ്ട് ചെയ്യണം. അതിന് പ്രത്യേക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ? പുരോഹിതന്മാര് എന്ത് ചെയ്യണം? ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. അപ്പൊ ആ കൊമ്പ് ഊതിക്കൊണ്ട് കാഹളം മുഴക്കിക്കൊണ്ട് വേണം അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അതെന്നാണ്? 7ാമത്തെ ദിവസം. 7ാം ദിവസം 7 പ്രാവശ്യം 7 പ്രാവശ്യം ഈ ജെറിക്കോ കോട്ടയെ ചുറ്റിയിട്ട് 7ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യണം? കാഹളം മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അട്ടഹസിക്കണം. ദൈവത്തെ അട്ടഹസിച്ച് സ്തുതിക്കണം. ദൈവത്തെ അട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിലുകൾ നിലം പതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ സംഭവിച്ചോ? സംഭവിച്ചോ? 17ാമത്തെ വാക്യം, പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവ് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതിന് നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിന് അവിടെ അത് അതിന് തൊട്ടുമുമ്പ് 15ാമത്തെ വാക്യം, 7ാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ 7 പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു. അന്ന് മാത്രമേ 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ. 7ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ, ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ കോട്ട ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നു വീണു. ഇസ്രായേൽ ജനം അകത്തേക്ക് ഇരച്ചു കയറി സർവ വസ്തുവകളെയും അവര് നശിപ്പിച്ചു അല്ലേ? ചാരമാക്കി, തീ അഗ്നിക്കിരയാക്കി സർവ്വതിനെയും നശിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ സ്തുതിപ്പിന്റെ ഒരു ശക്തി നമ്മൾ കാണുന്നു. മനുഷ്യന്റെ ഒരു കഴിവ് കൊണ്ടുമല്ല, അതവിടെ ദൈവസ്തുതിപ്പിൽ മാത്രം സംഭവിച്ച ഒരു മഹാ അത്ഭുതമാണ് നമ്മൾ അവിടെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിലെ സംഭവം. നമുക്ക് തോന്നാം ഇപ്പൊ നമ്മള് എവിടെയാ ജീവിക്കുന്നത്? നമ്മള് പുതിയ നിയമത്തിന്റെ വാക്താക്കളാണ് അല്ലേ? അപ്പൊ തോന്നാൻ സ്വാഭാവികമായിട്ട് എന്നെ ഈ പുതിയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. എന്തിനാ ഈ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറയുന്നത്? പറഞ്ഞതൊക്കെ പഴയ നിയമത്തിലെയാണ്. ഈ പുതിയ നിയമത്തില് കർത്താവിനെ സ്തുതിച്ചപ്പോ അത്ഭുതങ്ങൾ സംഭവിച്ചോ? പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയാ? എവിടെയത്? എന്തോ? അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിലല്ലേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വചനം ഏത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും. ആ വചനത്തിന്റെ പശ്ചാത്തലം എന്താ? ആ വചനത്തിന്റെ പശ്ചാത്തലം 16:25. 16:25 മുതൽ വെച്ച് അപ്പോസ്തലൻ 16:25. പെട്ടെന്ന്
വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. ആദ്യത്തെ 25-ാമത്തെ വചനം ഒന്നുകൂടി വായിച്ച്. 25 എന്നാ പറഞ്ഞ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവര് സ്തുതിക്കാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? കൈകാലുകൾ ബന്ധിക്കപ്പെട്ട്, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അല്ലേ, ആമം വെച്ച് ഇവരെ എവിടെയാക്കിയത്? ആ തടവറയിലാക്കി. ഈ സമയത്ത് അർദ്ധരാത്രിയോടടുത്ത് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യരാണെങ്കിൽ ആ സമയത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും അല്ലേ? അവന്റെ അവസ്ഥ എന്തായിരിക്കും? മാനസിക അവസ്ഥ എന്തായിരിക്കും? നാളെ പ്രഭാതത്തില് കഴുത്തിൽ എന്ത് കാണില്ല? തല എന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. തലവെട്ടിക്കളയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ആ മനുഷ്യർക്ക് എങ്ങനെ സ്തുതിക്കാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വെറുതെ വചനം വായിച്ചു പോയിട്ട് കാര്യമില്ല. ഒരു തകർച്ചയുടെ നടുവിൽ, ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ പതറാതെ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അഭിഷേകം, ഒരു ശക്തി നമുക്ക് വേണം. ഒരു വിശ്വാസിക്ക് വേണം, ഒരു ദൈവ പൈതലിന് വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ അവര് അർദ്ധരാത്രിയില് ഈസീലാസും പൗലോസും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. 26-ാമത്തെ തിരുവചനം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കണ്ടോ? സ്തുതിപ്പിന്റെ ശക്തി ബോംബ് വെച്ച് തകർക്കുന്ന പോലെയാ സ്തുതിപ്പിന്റെ ശക്തി. പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എപ്പോഴാ കുലുങ്ങുന്ന? വീട് കുലുങ്ങുന്നത് എപ്പോഴാ? വീടിന്റെ അടിത്തറ കുലുങ്ങുന്നത് എപ്പോഴാ? ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമ്പോഴാ അല്ലേ? ചെറിയ ഭൂകമ്പത്തിലൊന്നും അടിത്തറയൊന്നും കുലുങ്ങത്തില്ല. ഒരു വലിയ ഭൂകമ്പം റിക്ടർ സ്കെയിലില് ഒരുപക്ഷെ 6 അല്ല 7.6 അല്ലേ, 7.6 ഒക്കെ ആയിരിക്കും. അത്രയും തീവ്രതയുള്ള ഒരു കുലുക്കം ആയിരിക്കാം ഒരുപക്ഷെ വന്നത്. കണ്ടോ? സ്തുതിപ്പിന്റെ ശക്തി. ഭൂകമ്പത്തെക്കാൾ ശക്തിയുള്ള സ്തുതിപ്പ്. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന വാതായനങ്ങളെ തുറക്കാൻ, മുൻപോട്ട് പോകാൻ പറ്റാതെ നിന്റെ മുൻപിലെ വഴികൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ പ്രതിപതിയുള്ളൂ. അതിനെ പ്രതി കർത്താവിനെ സ്തുതിക്കുക. എല്ലാ വാതിലുകളും തുറക്കപ്പെടും. എല്ലാ വാതിലുകളും തുറക്കപ്പെടും. കെട്ടപ്പെട്ട അവസ്ഥയിലാണോ നീ? നിന്റെ ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം കെട്ടപ്പെട്ട അവസ്ഥയാണോ? ചങ്ങലകളാൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അവസ്ഥയാണോ? നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു മന്ദീഭവിച്ച അവസ്ഥ. അടുത്ത വചനം, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിപ്പിന്റെ ശക്തി കണ്ടോ? എല്ലാ വാതിലുകളും തുറക്കപ്പെടും, എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? അവസാനം അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. എന്താണ് അല്ലേ? ഒരു പിടി അവർ കിട്ടിയില്ല. അവര് വിചാരിച്ചു എന്തോ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്, ഭൂമി മൊത്തം അങ്ങനെ തന്നെ താഴേക്ക് പോവുകയാണ്. അങ്ങനെയൊക്കെ അവര് വിചാരിച്ച. കാരണം അന്നത്തെ കാലത്ത് ഭൂകമ്പമുണ്ടോ? ഇല്ല. ഭൂകമ്പമുണ്ടോ? അന്നത്തെ കാലത്ത് ഭൂകമ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആദ്യത്തെ ഭൂകമ്പമാണ്. ആദ്യ ഭൂകമ്പമായിരിക്കില്ല. ഈശോ കാൽവരിയില് മരിച്ച സമയത്ത്
അല്ലേ? ഇളകി, ഭൂമി ഇളകി, പാറകൾ പിളർന്നു. ആ, ഭൂമി ഇളകി, പാറകൾ പിളർന്നു. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി, ഇല്ലേ? അങ്ങനെ പുതിയ നിയമത്തിൽ 1-2 ഭൂകമ്പങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? അപ്പൊ ഇവിടെ ഇതാണ് സ്തുതിപ്പിന്റെ ശക്തിയാലാണ് അവിടെ കുലുങ്ങിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാൽവരിയിൽ കുലുങ്ങിയത് എന്തിന്റെ ശക്തി കൊണ്ടാ? പ്രകൃതിക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധം തന്റെ സൃഷ്ടാവായ ദൈവത്തെ അതികഠോരമായി, കഠിനമായി, മനുഷ്യ ഹൃദയം കുലുങ്ങാത്ത അവസ്ഥയില് പ്രകൃതി നടുങ്ങി വിറച്ചു. അതവിടെ സംഭവിച്ചത്. മനുഷ്യ ഹൃദയം ശിലാഹൃദയമായിട്ട് മാറിയപ്പോൾ പ്രകൃതിക്ക് പോലും അത് കണ്ടു നിൽക്കുവാൻ, ആ ബലി കണ്ടു നിൽക്കുവാൻ, ആ ക്രൂശീകരണം കണ്ടു നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോഴാണ് അവിടെ ഭൂമി ഇളകിയത്, പാറകൾ പിളർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുൻപിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. അടയപ്പെട്ട അവസ്ഥയിലാണോ, അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, നീ അതിനെ പ്രതി കർത്താവിനെ സ്തുതിച്ചുകൊള്ളുക. തകർച്ചകളെ പ്രതി, രോഗങ്ങളെ പ്രതി, സാമ്പത്തിക പരാധീനതകളെ പ്രതി കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ സ്തുതിക്കുക. ഇതാ വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നമ്മോട് പറയുക. ഇങ്ങനെ ഒരു സ്തുതിപ്പിന്റെ ജീവിതം ആക്കി എന്റെ ജീവിതം മാറ്റാൻ എനിക്ക് കഴിഞ്ഞാൽ എന്റെ മുൻപിൽ പിന്നെ അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. പർവ്വതീകരിക്കുന്ന ഒരു പ്രശ്നം എന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ പ്രതി കർത്താവിനെ സ്തുതിക്കും, കർത്താവിനെ അതിനെ പ്രതി ആരാധിക്കും, കർത്താവിനെ സ്തുതിക്കും, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്തുതിച്ച് സ്തുതിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു അങ്ങയുടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ ലോക ജീവിതമെല്ലാം കഴിഞ്ഞു, പ്രത്യാശയുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. മരണം എന്ന ആ പ്രതിഭാസത്തിലൂടെ നമ്മള് ആ നിത്യതയിലേക്ക് പോകാനായിട്ട് റെഡിയാകുകയാണ്. ആ മരണത്തോടുകൂടി നിത്യതയിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മള് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ കേട്ടതാണ് അല്ലേ, ശുദ്ധീകരണ സ്ഥലം. ആ ഇനി അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മൾ നിത്യതയിലേക്ക് കടന്നു. അവിടെ ചെല്ലുമ്പോ നമ്മുടെ ഡ്യൂട്ടി എന്താ? ആ അവിടെ സ്തുതിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലേ? ദൈവത്തെ സ്തുതിക്കുക, മലാഖമാരോട് ചേർന്ന് കർത്താവിനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലേ? 19-ാം അധ്യായത്തില് 19-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? 5-ാം തിരുവചനത്തിൽ സിംഹാസനത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ദൈവത്തിന്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും. അപ്പൊ സ്വർഗത്തിൽ ചെറിയവരും വലിയവരും ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ലേ ചേട്ടാ? ചേട്ടാ ഹാഫ് മൈൻഡിലാ, ഇടയ്ക്ക് കണ്ണടഞ്ഞു പോകുന്നുണ്ടല്ലോ. കണ്ണടഞ്ഞു പോകുന്നുണ്ടല്ലോ. സ്വർഗത്തിൽ ചെറിയവരും വലിയവരും ഉണ്ടോ? അപ്പൊ നമ്മള് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവ് ചിന്തിച്ചപ്പോ നമ്മളിപ്പോ അന്ന് വന്ന എല്ലാവരും അവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കിടക്കുന്നുണ്ട്. എന്തെന്നാ അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. അവിടെ ചെറിയവരും വലിയവരും എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. എന്താണ് ഈ ഗ്ലോറിയില് വേരിയേഷൻ ഉണ്ട്. ഗ്ലോറിയില് വേരിയേഷൻ. പരിശുദ്ധ അമ്മയിലുള്ള ഗ്ലോറി അല്ല വിശുദ്ധരില് ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? ആണോ? വിശുദ്ധ യോസേപ്പ് പിതാവിലുള്ള ഗ്ലോറി അല്ല രക്തസാക്ഷികളിൽ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവരിലുള്ള ഗ്ലോറി അല്ല പിഞ്ചു കുഞ്ഞുങ്ങളിലുള്ളത്. ബാലിക ബാലന്മാർ മരിച്ചല്ലേ, മലാഗണത്തിലേക്ക് ഉയർന്നു. ആണോ? വ്യത്യാസമുണ്ട്. ഈ ഭൂമിയില് മരിച്ച് ഇല്ലേ, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആ വിശുദ്ധീകരണ പ്രക്രിയ എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലെത്തി. അവരുടെ ഗ്ലോറിയില് വ്യത്യാസമുണ്ട്. ഇതാണ് ഇവിടെ ഈ സ്വർഗത്തിലെ വലിയവരും ചെറിയവരും എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ ഈ ഗ്ലോറിയിൽ വേരിയേഷൻ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. എവിടുന്ന് കേട്ടതാ? ഇവിടെ ഹല്ലേലൂയ പറയുമ്പോ ചിലർക്ക് ഭയങ്കര വിഷമമാണ്. അവിടെ എങ്ങനെയാ? പെരുവെള്ളത്തിന്റെ അതുപോലെ ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെ ശബ്ദം. ഈ ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെ ശബ്ദം എന്താ? നമ്മൾ നാടങ്ങി വിറച്ചു പോകും. ഒരു ഗംഭീരമായ ഇടിവെട്ടിയാൽ നമ്മള് നാടങ്ങി വിറച്ചു പോകും. ഒരു ഹല്ലേലൂയ സ്വർഗത്തിൽ പറയുമ്പോ എന്താ സംഭവിക്കുന്നത്? അത് കിടന്ന് വൈബ്രേഷൻ കൊണ്ട് കിട്ടുകയാണ്, വൈബ്രേറ്റ് ചെയ്യാണ് കിടന്ന്. ഒരു ഹല്ലേലൂയ പറയുമ്പോ കണ്ടോ, ഇവിടെ ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞ എന്തിനാണെന്നറിയുമോ? ട്രെയിനിങ് ആണ്. ഇത് ട്രെയിനിങ് ആണ്. ഇവിടെ ചങ്ക് പൊട്ടി പറഞ്ഞ അവിടെ ചെല്ലുമ്പോ കിടുങ്ങത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നതാ. വെളിപാട് 19:6. പെരുവെള്ളത്തിന്റെ ശബ്ദം, ഇടിമുഴക്കത്തിന്റെ ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരമ്പൽ, മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ശബ്ദം പോലെ. പേടി അവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവിടുന്ന് പേടി തീർന്ന് സ്തുതിച്ച് പേടി തീർന്ന് നമ്മൾ പോണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് മാത്രമേ സ്വർഗത്തിൽ നമുക്ക് പണിയുള്ളൂ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പൊ അതുകൊണ്ട് സ്തുതിക്കാൻ നമുക്ക് മടിയുണ്ടോ? നമുക്ക് ഉറക്ക സ്തുതിക്കാൻ മടിയുണ്ടോ? സ്തുതിക്കാനും മടിയില്ല, ഇനി ഉറക്ക സ്തുതിക്കാനും മടിയില്ല കേട്ടോ. ഇനി സ്വർഗം ചെല്ലുമ്പോ പേടിച്ച് കുറച്ച് പുറകോട്ട് പോണ്ടി വരും. ഏറ്റവും പുറകെ പോയി നിൽക്കേണ്ടി വരും. ഇവിടെ വാ തുറക്കാതെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ചാടിയിരിക്കാം. കർത്താവിനെ ഒന്ന് ആർത്ത് വിളിച്ച് സ്തുതിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുകയാണ്. കേട്ട തിരുവചനത്തിന്റെ വെളിച്ചത്തില് തമ്പുരാനെ സ്തുതിക്കുകയാണ്.
സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. കാരണം എന്താ? നമ്മൾ കണ്ടു CCCയില് സൃഷ്ടാവായ ദൈവത്തോട് ഇതാ നമ്മള് ഐക്യത്തിൽ ഒന്നായി തീരുകയാണ് സ്തുതിപ്പിൽ. അതായത് ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, God with us. സ്തുതിക്കുന്ന വ്യക്തികളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, കൂട്ടായ്മയിലേക്ക് ദൈവം തന്റെ സാന്നിധ്യം ഇറക്കിത്തരും. അതാണ് the glory of God. ദൈവത്തിന്റെ മഹത്വം ദൈവം ഇറക്കിത്തരും. ഹല്ലേലൂയ. ഇതാണ് സ്തുതിപ്പിൽ സംഭവിക്കുന്നത്. ദൈവമഹത്വം ഇറങ്ങി വരും. അതിന് 10,000 പേരൊന്നും വേണ്ട. നമ്മളൊക്കെ ധാരാളം മതി. പക്ഷെ എന്ത് ചെയ്യണം? എങ്ങനെ സ്തുതിക്കണം? പെരുവെള്ളത്തിന്റെ ഈരമ്പൽ പോലെ, ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ. വെളിപാട് 19:6 ആരെങ്കിലും സ്തുതിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് പറഞ്ഞു, നീ ആദ്യം പോയി വെളിപാട് പുസ്തകം എടുത്ത് 19 അധ്യായത്ത് വായിക്കുക, ഈ വചനം വായിക്കുക, എന്നിട്ടൊന്ന് സംസാരിക്കാന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, കണ്ണുകൾ അടയ്ക്കുക. ശക്തമായിട്ട് ജീവിക്കുന്ന ദൈവം, നമുക്കറിയാം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം അവനായിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, വരാനിരിക്കുന്നവനുമാണ്. അവൻ സർവശക്തനുമാണ്. കർത്താവാണ്, സർവശക്തനാണ്. ആ വരാനിരിക്കുന്ന ദൈവമാണ് രാജാതിരാജനായ യേശു കർത്താവ്. നമ്മുടെ രാജാതിരാജനായി സർവ മഹിമ പ്രതാപത്തോടും കൂടി അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും. അപ്പോൾ സ്തുതിക്കാത്ത നീ, ആരാധിക്കാത്ത നീ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലജ്ജിക്കട്ടെ മക്കളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോ, രാജാതിരാജനെ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചോ, സ്തുതിച്ചോ, സ്തുതിച്ചോ. പെരുവെള്ളത്തിന്റെ ഇരുമൽ പോലെ, ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ, മാനവബന്ധങ്ങളോട് ചേർന്ന്, സ്വർഗവാസികളോട് ഭൂവാസികളോട് ചേർന്ന് സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതിരാജനായ യേശു തമ്പുരാനെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇസ്രായേലിന്റെ പരമപരിശുദ്ധനായ ദൈവമേ, സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന പരമോന്നതനായ ദൈവമേ, സൃഷ്ടാവായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തുതി ആരാധന, സ്തുതി ആരാധന, സ്തുതി ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീതം പാടിടാ, ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാ. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗീതം പാടി അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആ വലിയ മഹത്വം നമ്മിലേക്ക് ഇറങ്ങി. അവൻ നമ്മളുമായി ഒന്നായി തീർന്ന്, രമ്യതയിൽ ഒന്നായി തീർന്ന്, ദൈവമക്കളായി അവനെ അപ്പനായി ഏറ്റെടുത്ത് സ്വീകരിച്ച്
ഒരു അനുഗ്രഹത്തിന്റെ ജീവിതം, ഒരു സ്തുതിപ്പിന്റെ ജീവിതം നയിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തമായ പ്രചോദനം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കിട്ടുന്ന സമയമെല്ലാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നടന്നോളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചെറുപ്പത്തില് ഞാൻ ഈ പൊന്തുകസാരെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. വലിയ പ്രായമുള്ള അമ്മച്ചി നടക്കണ വഴിയെല്ലാം അത് സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അറിവില്ലാത്ത കാലമാണ്, അറിവില്ലാത്ത കാലം. ഞങ്ങളത് തിരിച്ചു പറയും, ഞങ്ങളത് തിരിച്ച് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. കർത്താവേ, അതൊക്കെ കുമ്പസാരത്തിൽ പിന്നെ ഏറ്റുപറയേണ്ടതായിട്ട് വന്നു. കാരണം എന്താ? അവര് നടക്കുന്ന വഴിയെല്ലാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സ്തോത്രം 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 ഹല്ലേലൂയ, ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് അവർ നടക്കുന്നത്. നമ്മളിതുപോലെ നടക്കണം. ചെറിയ പ്രശ്നം വരുമ്പോ അപ്പ സ്തുതിച്ചോളാം കർത്താവണേ, അപ്പ സ്തുതിച്ചേ നന്ദി സ്തുതി നന്ദി സ്തുതി നന്ദി സ്തുതി നന്ദി സ്തുതി. ആ വിഷയത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നന്ദി സ്തുതി നന്ദി സ്തുതി നന്ദി സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. തടവറയിൽ അത്ഭുതം സംഭവിച്ചുവെങ്കിൽ അത് സത്യമാണ് എങ്കിൽ നിന്റെ അഭിഷേകത്തിന്റെ മേൽ ജീവിക്കുന്ന കർത്താവ് ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചിന്തിച്ചതും പറഞ്ഞതുമൊക്കെ വൃഥാവിലായി പോകും, വെറുതെയായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സ്തുതിപ്പിന്റെ ജീവിതം നമുക്ക് ഇന്നു മുതൽ കുറച്ചുകൂടി തീക്ഷ്ണതയോടെ തുടങ്ങണം. ഇന്ന് മുതൽ തുടങ്ങണം. ഞാൻ നടക്കുന്ന വഴിയൊക്കെ സ്തുതിച്ചുകൊണ്ടാണ് നടക്കുന്നേ. ഞാൻ എപ്പോഴും നടക്കുന്ന വഴി സ്തുതിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എപ്പോഴും നടക്കുന്ന വഴി സ്തുതിച്ചുകൊണ്ട് നടക്കും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് അതിപ്പോ അറിയാതെ വന്നുകൊണ്ടിരിക്കും, അറിയാതെ വരും. നമ്മൾ കണ്ണു തുറന്ന് എനിക്കും അത് പറഞ്ഞിട്ടാണ് നമ്മൾ എനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പിന്നെ തെറ്റും തെറിയൊന്നും പറയാൻ വരുന്നില്ല, ദേഷ്യം വരുന്നില്ല, അല്ലേ? ഷൗട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല. കാരണം എന്താ? വായിലെപ്പോഴും സ്തുതിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ചീത്ത വിളിക്കാൻ പറ്റും? യെസ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തുതിപ്പിന്റെ ജീവിതമായിട്ട് മാറട്ടെ. അതിനായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇന്ന് കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു സ്തുതിപ്പിന്റെ ജീവിതം നയിക്കാൻ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിഷക്കുട്ടി വാ മോളെ, സാക്ഷ്യം പറയണ്ടേ കൊച്ചിന്റെ? നമ്മള് അല്ലേ, കർത്താവ് വളരെ അത്ഭുതകരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നിഷക്കുട്ടിയുടെ ബേസിലിന്റെ ജീവിതത്തില് കർത്താവിന്റെ അത്ഭുതകരമായ ഇടപെടലാണ്, അല്ലേ മോനെ? എങ്ങനെ സ്തുതിക്കാതിരിക്കും, അല്ലേ? എങ്ങനെ സ്തുതിക്കാതിരിക്കും? സ്തുതി. 4 വർഷത്തോളായി കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും വളരെ സങ്കടമായിരുന്നു. ഞങ്ങൾക്കും അതെ. കിട്ടി. ഈശോ കേക്കട്ടെ നിന്റെ വായന, ഈശോ കേക്കട്ടെ നിന്റെ വായന. എന്താ ഈശോ? പറഞ്ഞോ ഈശോ ഇടപെട്ടു പറ. വിചാരിച്ചില്ല പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ 3 മാസം നോക്കണം, അറിയില്ല. എല്ലാരും പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് അസാധ്യമായൊന്നുമില്ല.
ഈശോയ്ക്കൊന്നും അസാധ്യമല്ല. ലൂക്ക 18:27. ലൂക്ക 18:27. ഉറക്കെ പറ, ലൂക്ക 18:27. ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യം. എന്റെ ഈശോയ്ക്ക് സാധ്യം. എന്റെ ഈശോയ്ക്ക് സാധ്യം. കർത്താവിനെല്ലാം സാധ്യമാണ്. കർത്താവിനെല്ലാം സാധ്യമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുഞ്ഞിനെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോ നൽകിയിരിക്കുന്ന ആ കുഞ്ഞു ജീവനെ നമുക്ക് അപ്പൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, നീ കാത്തുകൊള്ളണേ, നീ പരിപാലിക്കണമേ. പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയ മാധ്യസ്ഥം കുറവില്ലാത്ത ദൈവമേ, ആരോഗ്യമുള്ള ആയുസ്സുള്ള കുഞ്ഞിനെ നീ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരിച്ചുവരയാൽ ഇപ്പോൾ മകൾ കഴുകപ്പെടട്ടെ. യേശുവിന്റെ ആത്മാവ് ഇവിടെ ശക്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇവിടെ ബലപ്പെടുത്തട്ടെ. ഉദരബലത്തെ കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മക്കളുടെ വലിയ പ്രാർത്ഥനയും കണ്ണുനീരും അതിന് തമ്പുരാൻ ഇതാ പ്രത്യുത്തരിക്കുകയാണ്. ഈശോയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ മക്കൾക്ക്. ഓക്കെ, നമുക്ക് ഒരു വിഷയം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലായിരിക്കുന്ന എൽസി എന്ന സഹോദരി നമുക്കറിയാം. കൂട്ടായ്മയിൽ പുത്തൻകുരിശിൽ നിന്ന് കടന്നു വന്നൊരു യാക്കോബായ ഫാമിലി ആണ്. ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ള ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ എലിപ്പനി ബാധിച്ചിട്ട് റിസൾട്ടൊക്കെ നെഗറ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വലിയ സന്തോഷത്തിൽ ആയിരിക്കുന്നു. കുറച്ച് മുമ്പ് ഇനി പോയിരുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. അപ്പോൾ വലിയ കരഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പറയുക സംസാരിക്കുക. ഒത്തിരി വലിയ വിടുതൽ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് മകളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം കൊടുക്കട്ടെ. യേശുവിൻ്റെ വചനം നമുക്കറിയാം, അത് സൗഖ്യത്തിൻ്റെ വചനമാണ്. യേശു പറഞ്ഞ വാക്കുകൾ അല്ലേ, അത് സൗഖ്യത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ശക്തിയുടെ ഒക്കെ വചനമാണ്. ഈശോയുടെ ശരീരത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശരീരം പരിശുദ്ധമായ ശരീരമാണ്. ആ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ദൈവിക ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി, അതോ പരിശുദ്ധാത്മ ശക്തിയാണ് യേശുവിൽ നിന്ന് പുറപ്പെടുക. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുവചനം, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി ഇപ്പോൾ എൽസിയിലേക്ക് കടന്നു ചെല്ലട്ടെ. ഹോസ്പിറ്റലായിരിക്കുന്ന, ബെഡിലായിരിക്കുന്ന മകളിലേക്ക് ആ ശക്തി ഇപ്പോൾ കടന്നു ചെല്ലട്ടെ. 107-ാം സങ്കീർത്തനം 20-ാം തിരുവചനത്തിന്റെ അഭിഷേകം അവളിലേക്ക് കടന്നു ചെല്ലട്ടെ. പുറപ്പാട് 15-26 വചനത്തിന്റെ ശക്തി അവളിലേക്ക് കടന്നു ചെല്ലട്ടെ. 1 പത്രോസ് 2:24 വചനത്തിന്റെ ശക്തി. ജ്ഞാനം 16-12 മക്കൾക്ക് ഇത്രഫലം നൽകിയതിനും എൽസിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനും നമുക്ക് നൽകിയ എല്ലാ പ്രബോധനങ്ങളും ഒക്കെയായിട്ട് നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ തമ്പുരാന്റെ വലിയ സാന്നിധ്യം, പരിശുദ്ധമ്മയുടെ സഹായം ഒക്കെ നടന്നതിന് പ്രത്യേകം നമുക്ക് അമ്മയ്ക്ക് നന്ദി പറയാം. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയൊക്കെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമുക്ക് മരിയോത്ത് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇടത്തിൽ കർത്താവ് ഒരുക്കണം. ഉപരി പഠനത്തിനായിട്ട്, മെഡിസിനായിട്ടൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ അത് കർത്താവ്, മനുഷ്യന്റെ ആഗ്രഹമൊന്നും അല്ല, അവിടെ മനുഷ്യന്റെ പദ്ധതിയൊന്നും അല്ല നിറവേറേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഒന്നും ഒരു പ്രസക്തിയില്ല, അതിനൊന്നും വിലയിൽ. കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു, കർത്താവ് എവിടെയാക്കുന്നു അവിടെ ആയിരിക്കുക എന്നുള്ളതാണ്. അതിന് പിന്നിൽ വലിയ പദ്ധതിയുണ്ട് ദൈവത്തിന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് കർത്താവ് ഒരുക്കുന്ന സ്ഥലം, കർത്താവെ അതെവിടെയായിരുന്നാലും സ്വീകരിക്കാനുള്ള മനോഭാവം,
ദൈവമേ സന്തോഷത്തോടെ കടന്നുപോയി നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവെ കുഞ്ഞിനിടയായി തീരണം. അതിനുവേണ്ടി മരിയെ സമർപ്പിച്ചൊരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. അത്ഭുതകരമായ വഴികൾ യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 14:6 വചനത്തിന്റെ അഭിഷേകത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവേ ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ്. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി കടന്നു വരുന്ന കോതമംഗലം ബൈബിൾ കൺവെൻഷനെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന മക്കൾ എല്ലാവരും നിറയുവാനും ആഴമായ ഒരു ദൈവാനുഭവം, മനസാന്തരാനുഭവം, പാവബോധം, പശ്ചാത്താപം ഇതെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുവാനായിട്ട് ധ്യാനം നടത്തുന്ന ധ്യാനഗുരുക്കന്മാര്, കപ്പുച്ചൻ അച്ഛന്മാര് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടാം. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ. ഈശോ മിശിഹാ